കണ്ണൂർ കോർപ്പറേഷൻ ആദികടലായി ഡിവിഷനിൽ കനത്ത പോരാട്ടം. UDF സീറ്റ് വിഭജന ചർച്ചയെ പ്രതിസന്ധിയിലാക്കിയ ഡിവിഷൻ കൂടിയാണ് ആദികടലായി. സീറ്റ് വിട്ടുനൽകാത്തതിൽ ലീഗിന് കോൺഗ്രസിനോട് അതൃപ്തിയുണ്ട്. അത് റിബൽ സ്ഥാനാർത്ഥിയെയും സൃഷ്ടിച്ചു. ഡിവിഷൻ ഇത്തവണ UDF തൂക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് സ്ഥാനാർത്ഥി വിർജിൽ മാക്കുറ്റി. ആദികടലായി വീണ്ടും ചുവന്നു തുറക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി MP ഷാജിയും. കണ്ണൂർ കോർപ്പറേഷനിലെ വോട്ടെണ്ണലിൽ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമാകും ആദികടലായി ഡിവിഷൻ. കഴിഞ്ഞ 2 വട്ടവും LDFനെ വിജയിപ്പിച്ച ഡിവിഷൻ പിടിച്ചെടുക്കാൻ UDF റിജിൽ മാക്കുറ്റിയെ രംഗത്ത് ഇറക്കിയതോടെയാണ് പതിവിൽ കവിഞ്ഞ വീറും വാശിയും ആദികടലായിക്ക് കൈവന്നത്. UDFലെ സീറ്റ് ചർച്ച മുതൽ ആദികടലായി വാർത്തകളിൽ ഇടം നേടിയിരുന്നു. കോൺഗ്രസിനോട് സീറ്റ് ലീഗ് ആവശ്യപ്പെട്ടു. പക്ഷേ വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഇതോടെ ഡിവിഷനിൽ മുസ്ലിം ലീഗ് നേതാവായ V. മുഹമ്മദ് അലി വിമതനായി രംഗത്ത് വരികയും ചെയ്തു. ഡിവിഷൻ അതിർത്തി പുനർനിർണയിച്ചപ്പോൾ മുസ്ലിം ലീഗിന്റെ ചില ശക്തി കേന്ദ്രം ആദികടലായിക്ക് ഒപ്പം ചേർന്നിരുന്നു. ഡിവിഷൻ വിജയിക്കാൻ ഇത് സഹായിക്കുമെന്ന വിശ്വാസവും UDFനുണ്ട്. ഇതാണ് ആദികടലായിക്ക് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കാൻ ഇരു പാർട്ടികളെയും പ്രേരിപ്പിച്ചത്. CMBയും ഈ സീറ്റിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ പാർട്ടിയെ നയിക്കാൻ കരുത്തനായ ഒരാൾ വേണമെന്ന ചർച്ചയാണ് റിജിൽ മാക്കുറ്റിയിൽ സ്ഥാനാർത്ഥിത്വം എത്തിയത്. മുസ്ലിം ലീഗിന്റെ വിമത ഭീഷണിയെ അതിജീവിച്ചാലേ റിജിൽ മാക്കുറ്റിക്ക് ആദികടലായിൽ ജയിക്കാനാകൂ. ലീഗ് പൂർണ്ണമായും തനിക്കൊപ്പമാണെന്ന് റിജിൽ മാക്കുറ്റി പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മുസ്ലിം ലീഗ് നേതാക്കന്മാരെല്ലാവരും കടലായിലുണ്ടാവും. ഓരോ നേതാക്കന്മാരും എപ്പോൾ വരണം, എങ്ങനെ പ്രവർത്തിക്കണം, എവിടെ എന്ത് ചെയ്യണമെന്ന് എന്നെ വിളിച്ചുകൊണ്ട് കാരണം അത്രയേറെ ആത്മബന്ധം കേരളത്തിലെ മുസ്ലിം നേതാക്കന്മാരുമായിട്ട് ആത്മബന്ധവും ഹൃദയബന്ധവും സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ ജയിപ്പിക്കുക എന്നുള്ളത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ കൂടി അവരുടെ ഏറ്റവും വലിയ എന്നോടുള്ള സ്നേഹത്തിൻ്റെ കൂടി അവർ കാണിക്കുന്ന ആ ഒരു സ്നേഹമാണ്. അതുകൊണ്ട് എപ്പോഴും അവർ സംബന്ധിച്ച് എനിക്കൊരു ആശങ്കയില്ല. ആദികടലായി ഇത്തവണ UDF തൂക്കുമെന്നും റിജിൽ മാക്കുറ്റി വ്യക്തമാക്കി. പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ ആവേശകരമായ സ്വീകരണമാണ്. അതുകൊണ്ട് കടലായി ഇത്തവണ UDF തൂക്കും. CPIയിലെ MP ഷാജിയാണ് LDF സ്ഥാനാർത്ഥി. 2015 ആദികടലായിൽ നിന്ന് ഷാജി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. UDF ഭരണസമിതി ആദികടലായിയെ പൂർണ്ണമായും അവഗണിച്ചുവെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ശ്രമഫലമായാണ് പല വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടന്നതെന്നും MP ഷാജി പറഞ്ഞു. LDF കണ്ണൂർ കോർപ്പറേഷൻ ഭരിച്ചപ്പോൾ LDFിൻ്റെ നേതൃത്വം കണ്ണൂർ കോർപ്പറേഷനിൽ വന്നപ്പോൾ ആദികടലായിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മുടെ നാട്ടുകാർക്കറിയാം. മാത്രമല്ല നമുക്ക് പ്രത്യേകിച്ച് അനുകൂലമായിട്ടുള്ളൊരു ഘടകം 2019 മുതൽ കഴിഞ്ഞ LDF ഭരണസമിതി വന്നതിന് ശേഷം 1 വർഷം UDF അവരാണ് ഭരിച്ചിരുന്നത് കണ്ണൂർ കോർപ്പറേഷൻ. അതിനെ തുടർന്ന് ആ 1 വർഷവും ഈ 5 വർഷവും UDF കണ്ണൂർ കോർപ്പറേഷനിൽ നടത്തിയ വികസന വിരുദ്ധത വികസനമില്ലായ്മ നമുക്ക് പ്രത്യേകിച്ച് അനുകൂല ഘടകമാണ്. അതുമാത്രമല്ല കണ്ണൂർ കോർപ്പറേഷനിൽ UDF നടത്തിയ അഴിമതികൾ നമ്മുടെ നാട്ടിലേക്ക് കണ്ണൂർ കോർപ്പറേഷൻ എല്ലാ ഭാഗങ്ങളിലും ജനങ്ങൾ സംസാരിക്കുന്നത് പോലെ തന്നെ കടലായിലും എല്ലാ ജനങ്ങളുടെയും ഇടയിൽ അതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. കോൺഗ്രസ് പറഞ്ഞു പറ്റിച്ചതിൻ്റെ പ്രയാസം മുസ്ലിം ലീഗിനുണ്ട്. അത് UDFനെതിരെ വോട്ടിൽ പ്രതിഫലിക്കുമെന്നും ഷാജി വ്യക്തമാക്കി. ഈ UDFനകത്ത് ലീഗിനെ വളരെ കാലമായി ഈ ആദികടലായി സീറ്റ് നൽകാമെന്ന് വ്യാമോഹിപ്പിച്ച് ഓരോ പ്രാവശ്യവും അടുത്ത പ്രാവശ്യം ഞങ്ങൾ സീറ്റ് നൽകാം എന്ന് അവർ പറഞ്ഞ് പറ്റിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും ലീഗിൻ്റെ സാധാരണ പ്രവർത്തകർ അത് വളരെയധികം അവരിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. മുകളിൽ നിന്നൊക്കെ എതിരഭിപ്രായമുണ്ടെങ്കിലും ഇവിടുത്തെ സാധാരണ ലീഗ് അണികൾ എന്തായാലും ആ റിബലിനോടൊപ്പം നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. ശക്തമായ പ്രചരണ പ്രവർത്തനമാണ് ഇരു മുന്നണികളും നടത്തുന്നത്. BJP UK സായുജ്യനെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത്. BJPയും ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.